ഒരു കാര്യം, ഞാൻ എന്തൊരു മണ്ടിയാ. എന്നാ പറ്റിയടി? ഒത്തമേനെ കണ്ടിട്ട് സ്കൂളിൽ പോയാ അടി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് 2 പൈന്റ് തപ്പിപ്പിടിച്ച് കണ്ടിട്ട് പോയി. പക്ഷെ അടി കിട്ടി. എടി ഇതൊക്കെ ചുമ്മാ പറഞ്ഞുണ്ടാക്കുന്നല്ലേ, ഇതൊന്നും വിശ്വസിക്കരുത്. അല്ല, നിനക്ക് എന്തിനാ അടി കിട്ടിയേ? അത് ഹോംവർക്ക് ചെയ്യാത്തോണ്ട്. അയ്യ, അപ്പൊ മൈനയുടെ കുഴപ്പമല്ല, നിന്റെ മണ്ടത്തരത്തിന്റെ അല്ലേ? അതല്ലേ ഞാൻ പറഞ്ഞു ഞാൻ എന്ത് മണ്ടിയാന്ന്. അതെ, അമ്മക്ക് ചെറുപ്പത്തിൽ ഇങ്ങനത്തെ മണ്ടത്തരൊക്കെ പറ്റിട്ടുണ്ടോ? എനിക്ക് പറ്റിയ ഏറ്റവും വലിയ മണ്ടത്തര എന്റെ കല്യാണത്തിന് ഞാൻ സമ്മതിച്ചേ. അയ്യോ, അച്ഛന് പറ്റിയ മണ്ടത്തരല്ലേ ഞാൻ ചോദിച്ചത്, അമ്മയ്ക്ക് പറ്റിയ മണ്ടത്തരവാ. അയ്യടാ എടി, ചെറുപ്പത്തിൽ പറ്റിയൊരു പൊട്ടത്തരം ഉണ്ടായിരുന്നു. ചെറുപ്പത്തിലൊന്നും അല്ല, കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്താ. അന്നൊക്കെ കോളേജ് വിട്ട് വരുന്ന വഴിക്ക് പ്രായമുള്ള ആൾക്കാരെടുത്ത് ലോട്ടറി ടിക്കറ്റ് എടുക്കുമായിരുന്നു. എന്നിട്ട് രാത്രി കിടക്കുമ്പോ സ്വപ്നം കാണും പ്രായമുള്ളവരെ സഹായിച്ചുകൊണ്ട് ആ ലോട്ടറി എനിക്ക് അടിക്കുന്നതായിട്ട്. ബെസ്റ്റ്. അപ്പൊ എന്റെ കുറ്റം കൊണ്ടല്ലോ ഞാൻ മണ്ടിയായത്. അല്ല, ജോലി ചെയ്ത അമ്മയ്ക്ക് എവിടുന്ന ലോട്ടറി എടുക്കാൻ കാശ്? അന്നത്തെ കാലത്ത് അച്ഛൻ്റെ നല്ല കാശുണ്ടായിരുന്നു. അതുകൊണ്ട് അച്ഛനോട് ചോദിക്കൊന്നും വേണ്ടായിരുന്നു. കാശിന് ആവശ്യമുള്ളപ്പോ അച്ഛന്റെ പോക്കറ്റിൽ നിന്ന് എടുക്കായിരുന്നു. അച്ഛനൊന്നും പറയത്തില്ല. അതിനെ മോഷണം എന്ന് പറയും. മകളെ, അച്ഛന്റെ പോക്കറ്റിൽ നിന്ന് എടുക്കുന്നത് മോഷണമല്ല, സ്നേഹമാ, സ്നേഹം. അപ്പൊ അമ്മ അച്ഛന്റെ പോക്കറ്റിൽ നിന്ന് എടുക്കുന്നതോ? അത് ഹസ്ബൻഡ് ലവ്. നിനക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. എങ്കിൽ ഞാൻ അച്ഛനോട് ചോദിക്കട്ടെ, നമുക്കറിയാലോ സത്യം എന്താന്ന്. എന്തിനാ വെറുതെ നിന്റെ അച്ഛന്റെ പ്രഷർ കൂട്ടുന്നത്? അമ്മക്ക് മോഷണമൊക്കെ നിർത്തിയിട്ടേ വല്ല ജോലിക്കും പോകാൻ വയ്യേ, വെറുതെ പോക്കറ്റും തപ്പി നടക്കാതെ. നിന്റെ അമ്മ ഒന്ന് ജോലിക്ക് പോയതാ മോളെ, പക്ഷെ ഒന്നേ പോയുള്ളൂ, പിന്നെ പോയിട്ടില്ല. ഓ, അതിനെപ്പറ്റി ഒന്നും പറയണ്ട. ഒരു തലവേദന വന്ന വീട്ടിലൊരു പണി ചെയ്യാത്ത ഞാനാ. അവിടെ വെച്ചൊരു തലവേദന എന്ന് പറഞ്ഞപ്പം ആ മാനേജർ ഊള എന്നെ ഒരു ചാടിയില്. അതുപോട്ടെ, അവിടുത്തെ ഹെഡ് ഓഫീസിലെ ഫയലിൽ നിന്ന് ഒരു പേപ്പർ കാണാതെ പോയെന്ന് പറഞ്ഞ് എന്നെ പറയാത്ത ഒന്നുമില്ല. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ആ ദേശത്തിന് അവിടുത്തെ ചരടെ കെട്ടിരിക്കുന്ന പേനയില്ലേ, അതും എടുത്ത് വീട്ടിൽ പോന്നു. അല്ല, നീ എന്തിനാ പേന എടുത്തോണ്ട് വന്നത്? 1,00,000 രൂപ ഞാൻ അവിടുന്ന് അടിച്ചുകൊണ്ട് വന്ന ചിലപ്പോൾ അവർക്ക് ആ സങ്കടം വരത്തില്ല. പക്ഷെ ആ കെട്ടിയിട്ട പേന ആരെല്ലാം അടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞാൽ അവര് ചങ്ക് പൊട്ടിച്ചാവും. നീ ഈ പോക്കറ്റിൽ നിന്ന് കാശെടുക്കുന്നൊക്കെ അങ്ങ് നിർത്ത്. പിള്ളേര് വളർന്നില്ലേ, നിന്റെ കണ്ടല്ലേ പഠിക്കുന്നേ. അയ്യോ, ആരെ ഈ പറയുന്നേ? അമ്മ അരിപ്പാത്രത്തിൽ പൂട്ടി വെച്ചിരിക്കുന്ന അച്ഛന്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയ പൈസ ഞാൻ കാണാതിരിക്കാനല്ലേ അമ്മ വെളുപ്പിന് 4 മണിക്ക് എണ്ണിട്ട് ചോറിന് അരിയിടുന്നേ? ഓ, നിനക്ക് ഇങ്ങനെ മനസ്സിലായി? അതോ, ഒരു ദിവസം കഞ്ഞിക്ക് ഉപ്പ് നോക്കാൻ എടുത്തപ്പോ ഗാന്ധിയപ്പൂപ്പൻ പൊങ്ങിയോന്ന് എന്നോട് പറഞ്ഞു, മോളെ ഉപ്പൊക്കെ ഓക്കെയാ, ഇനി ഇട്ടാ എന്റെ BP കൂടുമെന്ന്. പഴയ കഴിവൊക്കെ പോയി. ആ സ്ഥലത്തൊന്നും നിൽക്കാൻ പറ്റത്തില്ല. വിരമിക്കാൻ സമയമായി.